എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ. ഞാൻ പിന്നെ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ഷോർട്സ് ഇട്ടു. സത്യത്തിൽ ഞാനത് ലോങ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ബട്ട് അത് ഷോർട്സ് ആയിപ്പോയി ഗൈസ്. ഞാൻ സത്യത്തിൽ ഇപ്പം ഞാൻ ഇറങ്ങിയതല്ലേ ഉള്ളൂ, യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലുതായിട്ട് അതിൽ ഒരു ധാരണയൊന്നുമില്ല. ടൈമിങ് എങ്ങനെയായിരുന്നു എന്നൊന്നും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാസ്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി ആൻഡ് കറി ലീവ്സിൻ്റെ പാക്കാണ്. ഇത് ഹെയർ പാക്കാണ്. ഞാൻ കുറച്ചാൾ കൊച്ചിയിലായിരുന്നു ഗൈസ്. അപ്പം കൊച്ചിയിൽ നിന്ന ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചിയിൽ നിൽക്കുന്നവർക്കറിയാം, അവിടെ നല്ല പോലെ ക്ലോറിൻ വാട്ടറാണ് വരുന്നത്. നന്നായിട്ട് മുടി കൊഴിയുമായിരുന്നു. അപ്പം ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ 8 മാസം അവിടെ നിന്നു. നൈസ് പ്രോഡക്റ്റാണ് ഇത്. 175 രൂപയുള്ളൂ. നല്ല പ്രോഡക്റ്റായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അവിടുത്തെ ടൈമിൽ എൻ്റെ മുടിയൊക്കെ നല്ലപോലെ കൊഴിയും. ഇത് നമ്മളൊന്ന് കുളിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുടി മൂടോടെ ഇങ്ങനെ കയ്യിൽ വരുമായിരുന്നു. അതൊക്കെ ഒന്ന് കുറച്ചത് എനിക്ക് ഈ ആപ്സ് ഗുഡ്നസിൻ്റെയാണ്. ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. അതേപോലെ നമുക്കറിയാം റോസ്മേരിയുടെ പ്രാധാന്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇമ്പോർട്ടൻസും കാര്യങ്ങളും അതിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഒക്കെ അറിയാവുന്നതാണ്. ഞാൻ ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോസ്മേരിയുടെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നില്ലേ, അതും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. പിന്നെ രണ്ടാമത്തെയാണ് ഫ്രഞ്ച് പിങ്ക് ക്ലേ. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. ഇത് ഗ്രീൻ ക്ലേ ആണ്. ഞാൻ പിങ്ക് ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ക്ലേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് തുടങ്ങിയിട്ട് 1 മന്ത് ഓർ 2 മന്ത് ആവുന്നതേ ഉള്ളൂ. ബാക്കി ഞാൻ കൊച്ചിയിൽ നിന്ന ടൈമിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിങ്ക് ക്ലേ ആയിരുന്നു. ഇതും അതും ബെറ്റർ ഓപ്ഷനാണ്. ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ അങ്ങനത്തെ ഒരു കാര്യമില്ല കേട്ടോ ഇതിൽ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് നല്ല അടിപൊളി പ്രോഡക്റ്റായിരുന്നു ഇത്. പിന്നെ സാൻഡൽ പൗഡർ അല്ലെങ്കിൽ സാൻഡൽവുഡ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ മുൾത്താനി മിട്ടി. ഈ മുൾത്താനി മിട്ടി എൻ്റെ പൊന്നിടാവേ, എന്നാ അടിപൊളി പ്രോഡക്റ്റാണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. കാരണം ഞാൻ എൻ്റെ സ്കിൻ കെയർ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം വരെ എൻ്റെ ചിലപ്പം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ചിലപ്പോൾ എൻ്റെ സ്കിന്നിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത്. എനിക്ക് 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരേ പ്രോഡക്റ്റാണ്. കാരണം ഞാൻ ഇതൊരു 5-6 എണ്ണമെങ്കിലും മേടിച്ച് വീട്ടിൽ വെക്കും. കാരണം ഇത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും. ഞാൻ വേറെ ഒരു പാക്ക് ഞാൻ മേടിച്ചില്ലെങ്കിലും ഈ പാക്ക് ഞാൻ മേടിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇതുമില്ല. നൈസ് പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് ഗൈസ് ഇത്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യും. നൈസ് പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് പണ്ടൊക്കെ ഞാൻ സ്കിൻ കെയർ ജേണി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല പോഴ്സ് ഉണ്ടായിരുന്നു. ഫേസിൽ നല്ല കുഴികളുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്ക് ട്രൂലി ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ, +2 മുന്നേയും കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നല്ല കുരുപ്പ് വരുമായിരുന്നു. ഈ കുരുപ്പൊന്നും ഞാൻ എൻ്റെ മുഖത്ത് വെച്ചിരിക്കില്ല ഗൈസ്, ഞാൻ കുത്തിപ്പൊട്ടിക്കും. അങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കുരുപ്പുണ്ടായിരുന്നു. അതെല്ലാം എന്നെ അടയ്ക്കാൻ ഹെൽപ്ഫുള്ളായതൊന്നാണ് മുൾത്താനി മിട്ടി. പിന്നെ ഈ പറയുന്ന സാധനം എനിക്ക് നല്ലൊരു പണി തന്ന സാമാനമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു ഗൈസ്. കാരണം ഇതിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പുകച്ചിൽ തുടങ്ങി. പുകച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഞാനും അമ്മയും ഇട്ടു. പിന്നെ ആപ്സ് ഗുഡ്നസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് വിശ്വസിച്ചങ്ങ് ഇട്ടു. ഇനി ചിലപ്പോൾ ഞങ്ങൾക്ക് അലർജി ഉള്ളത് വല്ലതും കൊണ്ടായിരിക്കാം, അറിയില്ല. നമ്മളെല്ലാം വാഷൊക്കെ ചെയ്ത് നല്ല രീതിക്ക് നിന്നിട്ട് ഇത് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്തൊരു 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങി പുകച്ചിൽ. പിന്നെ എന്ത് ചെയ്യാനാ, പോയി മുഖം കഴുകി. എന്നിട്ടും അതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. അത്രയ്ക്കും അയ്യോ, അത് അനുഭവിക്കുമ്പോൾ നമുക്കറിയുള്ളൂ. നമ്മൾ 100 സ്വർഗവും കണ്ടു എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇത് നിങ്ങൾക്കും എങ്ങനെയാണ് യൂസ് ചെയ്തുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് മാത്രം ആണെങ്കിലോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.